ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പൊതിച്ചോറിന്റെ വീഡിയോ ആണ് ചെയ്യണത്. കുറെ നാളായി ഞാനിങ്ങനെ വിചാരിക്കുന്ന ഒരു പൊതിച്ചോറിന്റെ വീഡിയോ എടുക്കണം എന്ന്. ഇന്നാണ് നടന്നത്. അപ്പോൾ രാവിലെ തന്നെ പോയി മീനൊക്കെ മേടിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മീൻ മാത്രമാണ് നമുക്ക് ക്ലീൻ ആക്കിയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഈ ചെറിയ മീൻ നമുക്കിനി ക്ലീൻ ആക്കിയൊക്കെ എടുക്കണം. അപ്പൊ ആദ്യം തന്നെ മീനൊക്കെ ക്ലീൻ ആക്കി വറുക്കാനുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്ത് റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആവുമല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് അവിയലിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട്. എനിക്ക് ബാക്കിയുള്ള പണിയൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല, പക്ഷെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയിലൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞാനായിരിക്കും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണത്. അപ്പൊ അതിനിടയ്ക്ക് അമ്മ ഇവിടെ മീൻകറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ ഇവിടെ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് കാരണം അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല. അവിയലിനുള്ള അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് കുറച്ച് ചുമന്നുള്ളിയും കടുകും വേപ്പിലയും കൂടെ ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. നെക്സ്റ്റ് ഇനി നമുക്കൊരു അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇവിടെ അധികം പൊതിച്ചോറ് ഫാൻസ് ഒന്നും ഇല്ല. ഞാനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മതി പൊതിച്ചോറ്. അത് കാരണം ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്കങ്ങനെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും പറയാനായിട്ട് അങ്ങനെ അറിയില്ല കേട്ടോ, കാരണം ഞാനങ്ങനെ ഭയങ്കര അടിപൊളി ഷെഫൊന്നും അല്ല. കുക്ക് ചെയ്യും, പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ കുക്ക് ചെയ്യാനായിട്ട് താല്പര്യം നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറബിക് ഡിഷസ് ഒക്കെയാണ് എനിക്ക് കഴിക്കാനും ഉണ്ടാക്കാനും എനിക്ക് താല്പര്യം. അല്ലാണ്ട് ഇങ്ങനെ ചോറും കറികളൊന്നും വെക്കണതിനോടൊന്നും എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ല. പിന്നെ ഇതൊരു പ്യുവർലി കുക്കിംഗ് ചാനലും അല്ലല്ലോ. അങ്ങനെ കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല കുക്കിംഗ് ചാനൽസ് ഒക്കെ ഉണ്ട്. മറ്റേ ഷാൻജിയുടെ ഒക്കെ ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ. ഈ അച്ചിങ്ങ മെഴുക്ക് വരട്ടി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ, കാരണം മിക്കപ്പോഴും ഓഫീസിലൊക്കെ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേക്കും അച്ചിങ്ങ അല്ലെങ്കിൽ പൊട്ടറ്റോ മെഴുക്ക് വരട്ടൊക്കെ ആയിരിക്കും മിക്ക ദിവസം. കാരണം വെജിറ്റബിൾസിൽ എനിക്ക് അങ്ങനെ എല്ലാ വെജിറ്റബിൾസും ഒന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ആ ടൈമിൽ അമ്മ ഇവിടെ ചമ്മന്തി വരയ്ക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് മാങ്ങയൊക്കെ വെച്ചിട്ടൊരു ചമ്മന്തിയാണ്. അതിനിടയ്ക്ക് ഞാൻ ഇവിടെ മീൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് പണികളൊക്കെ നടക്കുമല്ലോ. അത് കാരണം ആ ടൈമിൽ നമ്മുടെ അച്ചിങ്ങയും റെഡിയായി വന്നിട്ടുണ്ട്. വേറെ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഓംലൈറ്റും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിയും. ഈ പൊതിച്ചോറ് ഉണ്ടാക്കാന്നുള്ളത് ഇന്ന് രാവിലെ എടുത്തൊരു തീരുമാനമാണ് കേട്ടോ, അല്ലാതെ തലേദിവസം പ്ലാൻ ചെയ്ത് ചെയ്യണതൊന്നും അല്ല. ഇന്ന് രാവിലെ അങ്ങനെ പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്യണതാണ്. ഞാൻ ഈ ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ഈ സാറ്റർഡേ സൺഡേ മാത്രമാണ് എനിക്ക് ഓഫ് ഉള്ളത്. അപ്പൊ ആ ടൈമിലാണ് വീഡിയോസ് എടുക്കണതും എഡിറ്റ് ചെയ്യണതും ഒക്കെ. പിന്നെ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾ വീഡിയോ എടുത്ത് തന്നാലേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇടങ്ങേറിലാണ് ഇത് പരിപാടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണത്. ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും കേട്ടോ, കാരണം അമ്മയാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട് തന്നെ. ഒരാളെ ഇല വെട്ടാൻ പറഞ്ഞു വിട്ടിട്ട് ഒരു അരമണിക്കൂറായി ആ കത്തിയും പിടിച്ച് ആ ഇലയിലിട്ട് വെട്ടിക്കൊണ്ടിരിക്കണത്. ഇതുവരെ അതൊന്നും മുറിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവസാനം ഞാൻ വഴക്ക് പറഞ്ഞാണ് അതൊന്ന് വെട്ടി തന്നത്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയാക്കി ഇവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ചമ്മന്തി, മീൻകറി, അവിയല്, മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത്, അച്ചിങ്ങ, ഇത്രയും കറികളൊക്കെ ഉള്ളൂ. അപ്പം അതിലേക്ക് വാട്ടി ചോറ് ഇട്ടോണ്ടിരിക്കണം. അതിനിടയ്ക്ക് വേറൊരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ചാല്, ആദ്യം എൻ്റെ ഇലയിലാണ് ചോറിട്ടത്. ഇപ്പൊ ഇതിൽ വീഡിയോയിൽ കാണുന്നത് അനിയത്തിയുടെ ഇലയാണ്. ആദ്യം എൻ്റെ ഇലയുടെ ഇതാണ് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കണത്. ആ ഇലയിൽ കൊണ്ടുവന്ന് എല്ലാം ചോറും സംഭവങ്ങളെല്ലാം ഇട്ട് പൊതി കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരാൾ പറയണത് ഇല വാട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളത്. പിന്നെ അത് അഴിച്ച് ഒന്നും ചെയ്യാനൊന്നും നിന്നില്ല, അങ്ങനെ തന്നെയാണ് വെച്ചത്. പിന്നെ രണ്ടാമത്തെ ഇലയാണ് പിന്നെ വാട്ടിയൊക്കെ ചോറ് ഇട്ടത്. ഇല വാട്ടിയില്ല എന്ന് കരുതി ടേസ്റ്റൊന്നും കുറവുണ്ടായിരുന്നില്ല. എല്ലാം നല്ലതായിരുന്നു. കറികളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് പറഞ്ഞതാണ്. കുറെ നാളായിരുന്നു കേട്ടോ പൊതിച്ചോറ് ഇങ്ങനെ കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതിച്ചോറ് കഴിച്ചപ്പോഴത്തേക്ക്. ഒരുപാട് നാളായി ഇതുപോലെ പൊതിയൊക്കെ കെട്ടി കഴിച്ചിട്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് പൊതിച്ചോറിന്റെ ആൾക്കാർ. ഇവിടെ വേറെ ആൾക്കാർക്കൊന്നും അങ്ങനെ പൊതിച്ചോറ് കഴിക്കുന്നതിനോട് താല്പര്യമില്ല. ഇവരിങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഫാൻ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ഇല കിടന്ന് പറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ കൈ വെച്ചിരിക്കുന്നത്.
ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ മീൻകറി ഒന്നും ചോറിൽ ഒഴിച്ചില്ല. അത് കഴിഞ്ഞ് കഴിക്കാൻ നേരത്താണ് മീൻകറിയൊക്കെ ഒഴിച്ച് കഴിച്ചത്. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ.